മകളെ, ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിലിരുന്നു കൊണ്ട് മാതാവിൻ്റെ ജന്മത്തിരുനാളിന് ഒരുക്കമായിട്ടുള്ള 33 ദിവസത്തെ കോടിയർച്ചയിൽ പങ്കെടുക്കുന്ന സർവ്വ മക്കളെയും അമ്മയുടെ കരങ്ങൾക്ക് അർപ്പണം ചെയ്യുകയാണ്. മാതാവിനോട് അപേക്ഷിച്ചിട്ട് ആരെങ്കിലും ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടുണ്ടോ? ഇല്ല. നീ ദുഃഖിതനാണോ? നിന്റെ ദുഃഖം മാറ്റാൻ. നീ പരാജിതനാണോ? നിനക്ക് വിജയം നൽകാൻ അമ്മ ഇതാ നിനക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നത് നീ കാണുന്നില്ലേ? കുരിശിൻ ചുവട്ടിൽ വെച്ച് പരിശുദ്ധ അമ്മയെ നമ്മുടെ അമ്മയായി ഈശോ സമ്മാനിച്ചു. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 27-ാം വാക്യം. സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അനന്തരം അവൻ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. മകളെ, മാതാവ് നടന്നു നീങ്ങിയ 4ാമത്തെ ഭവനമാണ് യോഹന്നാന്റെ ഭവനം. കുരിശിൻ ചുവട്ടിൽ വെച്ച് യോഹന്നാനെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇതാ നിന്റെ മകനെന്ന്. ദുഃഖവെള്ളിയാഴ്ച മുതൽ ഈസ്റ്റർ പ്രഭാതം വരെ യോഹന്നാന്റെ ഭവനത്തിലാണ് മാതാവ് കഴിഞ്ഞത്. ദൈവ സാന്നിധ്യം നിറഞ്ഞു തുളുമ്പുന്ന പരിശുദ്ധിയുടെ കൃപയുടെ നിറകുടമായ അമ്മയുടെ സഹായവും സാന്നിധ്യവും യോഹന്നാന്റെ സ്വഭാവത്തെ മാറ്റിമറിച്ചു. അധികാര ദുർമോഹിയായിരുന്ന യോഹന്നാൻ, അസഹിഷ്ണുവായ യോഹന്നാൻ, ക്ഷിപ്രകോപിയായ യോഹന്നാൻ മാതാവിൻ്റെ സാന്നിധ്യത്താൽ 2 ദിവസം മാതാവിൻ്റെ സാന്നിധ്യവും സംസാരവും ധ്യാനവും കേട്ട മാത്രയിൽ അവൻ അമ്മ യോഹന്നാനോട് പറഞ്ഞു, മോനെ, നീയും എൻ്റെ മകനും തമ്മിൽ വ്യത്യാസമുണ്ട്. യോഹന്നാൻ വാവിട്ട് കരഞ്ഞു. യോഹന്നാൻ അനുദപിച്ച് കരഞ്ഞു. വിശുദ്ധനായി തീരാൻ കരഞ്ഞു. തീരുമാനമെടുത്തുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. യേശുവിന് വേണ്ടാത്തത് എനിക്കും വേണ്ട എന്ന് അവൻ തീരുമാനമെടുത്തു. പ്രിയപ്പെട്ടവർ, എങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നത്? സ്വർഗാരോപണത്തിൻ്റെ ആ പ്രഭാതത്തിൽ ഓടിച്ചെന്നപ്പോൾ അധികാര ദുർമോഹങ്ങൾ വേണ്ടെന്ന് വെച്ച്, ക്ഷിപ്രകോപങ്ങൾ വേണ്ടെന്ന് വെച്ച് ആ കല്ലറയുടെ വാതിൽക്കൽ യോഹന്നാൻ കാത്തുനിന്നു. തന്നെ എളിമപ്പെടുത്തിക്കൊണ്ട് ചേട്ടൻ പത്രോസ് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്. യോഹന്നാനിൽ വന്ന മാറ്റം മാതാവിലൂടെ നടന്ന മാറ്റമാണ്. നമ്മൾ ആരൊക്കെ മാതാവിനോട് ചേർന്ന് നന്മ നിറഞ്ഞ മറിയമേ എന്ന് എത്ര പ്രാവശ്യം ചൊല്ലുന്നുവോ അത്രയും പ്രാവശ്യം നന്മയുടെ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭവനം യോഹന്നാന്റെ ഭവനം പോലെയായിത്തീരട്ടെ. മാനസാന്തരത്തിൻ്റെ ഭവനം പോലെയായിത്തീരട്ടെ. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ എല്ലാവരെയും ഓരോ കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.